വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് വെക്ടർ ഓൾജിബ്ര. ഇതിൽ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കൃത്യമായിട്ട് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും മാത്രം പഠിച്ചാൽ മതി. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഹൈ ഗൈസ്, വെൽക്കം ടു എജ്യൂപോഡ്. അപ്പോൾ വെക്ടർ ഓൾജിബ്രയിലെ ഷുവർ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഈക്വൽ ടു 5i മൈനസ് ജെ പ്ലസ് 2k. ഒരു വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിന്റെ പ്രത്യേകത എന്താ? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നു, അതിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻ എ ക്യാപ്പ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക? വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ. അപ്പോൾ നിങ്ങളുടെ ഈ എ എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യണം. എ എന്ന് പറയുന്ന വെക്ടർ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഈ എ എന്ന് പറയുന്ന വെക്ടറിലെ സ്കേലാർ കമ്പോണൻസ് എന്താ നോക്കുക. അതിന്റെ കൂടെ ഉള്ളത് 5, അപ്പോൾ 5 സ്ക്വയർ പ്ലസ് ജെന്റെ കൂടെ ഉള്ളത് -1, അപ്പോൾ -1ന്റെ സ്ക്വയർ പ്ലസ് കെന്റെ കൂടെ ഉള്ളത് 2, അപ്പോൾ 2ന്റെ സ്ക്വയർ. ഇതെല്ലാത്തിന്റെ സ്ക്വയേഴ്സ്, സ്കേലാർ കമ്പോണൻസിന്റെ സ്ക്വയേഴ്സ് എടുക്കുക, എന്നിട്ട് അതിന്റെ സം എടുക്കുക, എന്നിട്ട് റൂട്ട് ചെയ്താൽ മതി. അൺറൂട്ട് കേട്ടോ. സോ 5 സ്ക്വയർ 25, -1ന്റെ സ്ക്വയർ 1 ആൻഡ് 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 4. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താ? 25 + 1 26 + 4 ദാറ്റ് ഈസ് 30. സോ √30 ആണ് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ഇതിന്റെ ആൻസറും കിട്ടിയടാ. ഇതിന്റെ ആൻസറും കിട്ടി. എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. അപ്പോൾ ദാ എ വെക്ടർ എ എന്ന് പറഞ്ഞാൽ 5i മൈനസ് ജെ പ്ലസ് 2k ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ. അത് എത്രയാ? √30. വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. 5/√30 i മൈനസ് ജെ ബൈ, അല്ലെങ്കിൽ -1 എഴുതിയാൽ മതി. -1/√30 ജെ പ്ലസ് 2/√30k. ഇതാണ് എന്ത് നിങ്ങളുടെ അതിൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ചിലപ്പോൾ ചോദ്യം മാറി ഇങ്ങനെയും ചോദിക്കാം. ഞാൻ അതേ ക്വസ്റ്റ്യനിൽ തന്നെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തതാണ്. ഫൈൻഡ് എ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് 7 യൂണിറ്റ്സ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മാഗ്നിറ്റ്യൂഡ് 7 യൂണിറ്റ്സ് ആണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത് 7a ക്യാപ്പാണ്. 7a ക്യാപ്പ്. ആൻഡ് ഒന്നുമില്ല, എ എന്ന് പറയുന്ന അതേ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഒരു മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് വെക്ടർ എ എന്ന് പറയുന്ന വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഫൈൻഡ് ചെയ്യുക. അത് നിങ്ങൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തു. ആ വെക്ടറിനെ കൊണ്ട് 7 ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. നിങ്ങൾക്ക് പുതിയതിൻ്റെ കിട്ടണമെങ്കിൽ 7a ക്യാപ്പ്. അപ്പൊ 7 കൊണ്ട് ഈ വെക്ടർ എയുടെ എ ക്യാപ്പ്, അതായത് വെക്ടർ എന്റെ അതേ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയിടാം. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്താ വരിക നോക്കിയോ? 5/√30 i -1/√30 j. ഞാൻ അതേ വെക്ടർ അതേ ക്വസ്റ്റ്യൻ തന്നെ എടുത്തതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? യൂണിറ്റ് വെക്ടർ അതേ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ഇപ്പം ചെയ്തതുപോലെ ഫൈൻഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് 7a ക്യാപ്പ് ഫൈൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ 7 × 5 35 i/√30 -7 × j 7j/√30 + 7 × 2 14 14/√30k. ഇതാണ് എന്ത് നിങ്ങളുടെ അതിൻ്റെ ആൻസർ വരിക. ഈസി ആണല്ലോ? അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫൈൻഡ് a.b. എടാ, രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്. a.b എങ്ങനെ ഫൈൻഡ് ചെയ്യാം? a.b ഫൈൻഡ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. അതിൻ്റെ കൂടെ രണ്ടിലുള്ളത് നോക്കുക. ഒന്നിൽ 2 ആണ്, രണ്ടാമത്തതിൽ 1 ആണ്. അപ്പോൾ 2 × 1 പ്രശ്നമല്ലേ? പ്ലസ് ജെൻ്റെ കൂടെ ഉള്ളത് 3, ഇവിടെ ജെൻ്റെ കൂടെ ഉള്ളത് ബിയിൽ ജെൻ്റെ കൂടെ ഉള്ളത് 1, അപ്പോൾ 3 × 1 പ്ലസ് പിന്നെ കെൻ്റെ കൂടെ ഉള്ളത് ഒന്നിൽ 4, ഒന്നിൽ -2, അപ്പോൾ 4 × -2. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്കേലാർ കമ്പോണൻസുകൾ തമ്മിൽ അതിൻ്റെ കൂടെ ഉള്ളത് ജെൻ്റെ കൂടെ ഉള്ളത് കെൻ്റെ കൂടെ ഉള്ളത് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യുക. നോക്ക്, 2 × 1 2 പ്ലസ് 3 × 1 3 പ്ലസ് 4 × -2 -8. അപ്പോൾ ആൻസർ എന്താ? 2 + 3 5 5 -8 എന്ന് വരും. സോ യുവർ ആൻസർ വിൽ ബി -3. അപ്പോൾ a.bന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പോൾ എങ്ങനെയാ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മാഗ്നിറ്റ്യൂഡ് എയും മാഗ്നിറ്റ്യൂഡ് ബിയും, അതും ചെയ്ത് നോക്കാം നമുക്ക്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ മാഗ്നിറ്റ്യൂഡ് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ √, അതിന്റെ സ്കേലാർ കമ്പോണന്റ് 2 3 4 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 2² + 3² + 4². 2² എന്ന് പറഞ്ഞാൽ 4, 3² എന്ന് പറഞ്ഞാൽ 9 ആൻഡ് 4² എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ 16 + 9 25 + 4 ദാറ്റ് ഈസ് √29 ആണ് എന്ത് എയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടുക. അത് കിട്ടിയേ. ഇനി ബിയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, അതായത് √, കമ്പോണൻസ് നോക്ക്. 1 1 -2, അപ്പോൾ 1² + 1² + -2². 1ന്റെ സ്ക്വയർ എന്താടാ? 1, 1ന്റെ സ്ക്വയർ എന്താ? 1, -2ന്റെ സ്ക്വയർ എന്താ? 4. അപ്പോൾ ആൻസർ എന്താ? 1 + 1 2 + 4 6. അപ്പോൾ √6 ആണ് എന്ത് ബിയുടെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. ഇനി ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. എ ഓൺ ബി,
എ ഓൺ ബി, പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണെങ്കിൽ ഇതാ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ബി. ഇതാണ് എന്ത് നിങ്ങളുടെ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാ. എടാ എ ഡോട്ട് ബി ഓൾറെഡി നിങ്ങൾ കിട്ടിയിട്ടുണ്ട്. എ ഡോട്ട് ബി എത്രയായിരുന്നു സാർ? -3 ഡിവൈഡഡ് ബൈ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എത്രയാ? √6. അപ്പൊ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ ഇതാ. അപ്പൊ ഫസ്റ്റ് നിങ്ങളോട് എ ഡോട്ട് ബിയും മാഗ്നിറ്റ്യൂഡ് ബിയും ഒക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ആ പ്രൊജക്ഷൻ ചോദിച്ചത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ചെയ്ത് പഠിക്കണം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ വെക്ടേഴ്സ്. എയും ബിയും രണ്ട് വെക്ടർ തരും, അതിന്റെ ഇടയിലുള്ള ആംഗിൾ ചോദിക്കും. ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ആംഗിൾ തീറ്റ അല്ലേ നമ്മൾ ഫൈൻഡ് ചെയ്യുക? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി. അപ്പൊ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് എ ഡോട്ട് ബി വേണം അല്ലേ? അപ്പൊ എ ഡോട്ട് ബി ചെയ്യാലോ. എ ഡോട്ട് ബി എങ്ങനെയാ ചെയ്യാ? 1 ബിന്റെയും എന്റെയും ഐന്റെ കൂടെ ഉള്ളത് എന്താ നോക്കിയാൽ മതി. അപ്പൊ 1 × 1 പ്ലസ് ജെന്റെ കൂടെ രണ്ടിലും ഒന്നിൽ 1 ഒന്നിൽ -1. അപ്പൊ 1 × -1 പ്ലസ് കെന്റെ കൂടെ ഒന്നിൽ 1 രണ്ടാമത്തേതിലും കെന്റെ കൂടെ 1 അല്ലേ? അപ്പൊ ദാ 1 × -1 എന്ന് പറഞ്ഞാൽ -1. അപ്പൊ പ്ലസ് -1 വരും, പ്ലസ് 1 × 1 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകില്ലേ അല്ലേ? 1 + -1 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ആൻസർ എത്രയാ? 1. അപ്പൊ എ ഡോട്ട് ബി എന്ന് പറയുന്നത് 1 ആണ്. ഒരു പ്രശ്നവുമില്ല. ഇനി മാഗ്നിറ്റ്യൂഡ് എ വേണം. മാഗ്നിറ്റ്യൂഡ് എയുടെ മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറഞ്ഞാൽ √i/j_k. അതിന്റെയൊക്കെ സ്കേലാർ കമ്പോണന്റ് എന്താ? 1. അപ്പൊ 1 അല്ലേ? 1² + 1² + 1. അപ്പൊ 1 + 1 + 1 എന്നാ കിട്ടുക. 1 + 1 + 1 ആൻസർ ഈസ് √3. മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറഞ്ഞാൽ √3. ഇനി അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ബി കൂടി ഫൈൻഡ് ചെയ്യാണ്ട്. മാഗ്നിറ്റ്യൂഡ് ബി എത്ര നോക്കാം? ബിന്റെതാണ് നോക്കേണ്ടത്. അതിന്റെ കൂടെ ഉള്ളത് 1. അപ്പൊ 1². ജെന്റെ കൂടെ ഉള്ളത് -1. അപ്പൊ -1². കെന്റെ കൂടെ ഉള്ളത് 1. അപ്പൊ 1². അപ്പൊ ആൻസർ എന്താ വരിക? 1 + -1ന്റെ സ്ക്വയർ 1, 1ന്റെ സ്ക്വയർ 1. അപ്പൊ ആൻസർ √3. സിമ്പിളാ, പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത ചെയ്യേണ്ടത്, മാഗ്നിറ്റ്യൂഡ് എ കിട്ടി, മാഗ്നിറ്റ്യൂഡ് ബി കിട്ടി, എ ഡോട്ട് ബി കിട്ടി. അങ്ങനെയാണ് നിങ്ങളുടെ ആംഗിൾ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി. സോ നോക്കിക്കേ, തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? 1. അപ്പൊ 1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് എന്താ? √3. മാഗ്നിറ്റ്യൂഡ് ബി എന്താ? അതും √3. അപ്പൊ √3 × √3 ആൻസർ എന്താ? 3 അല്ലേ? √3ന്റെ സ്ക്വയർ ആ വരിക. അപ്പൊ 3 ആണ് ആൻസർ. അപ്പൊ കോസ് ഇൻവേഴ്സ് 1/3. അപ്പൊ ഇത്ര എഴുതി കൊടുത്താൽ മതി. കോസ് ഇൻവേഴ്സ് 1/3. 1/3ന്റെ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ കോസ് ഇൻവേഴ്സ് 1/3 എന്ന് എഴുതിയാൽ മതി, ആൻസർ ആയി. അപ്പൊ തീറ്റ കിട്ടിയല്ലോ. സിമ്പിൾ ആണ്. 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എ ഡോട്ട് ബി ഫൈൻഡ് ചെയ്യണം, മാഗ്നിറ്റ്യൂഡ് എ ഫൈൻഡ് ചെയ്യണം, മാഗ്നിറ്റ്യൂഡ് ബി ഫൈൻഡ് ചെയ്യണം, ഇക്വേഷനും പഠിച്ചു വെക്കുക കേട്ടോ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് എ + ബി ആൻഡ് a - ബി ആർ പെർപെൻഡിക്കുലർ. അത് എപ്പോഴാണ് പെർപെൻഡിക്കുലർ ആകുക? രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കണം. അപ്പൊ എ + ബിയും a - ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ a + ബി ഡോട്ട് a - ബി എന്തായിരിക്കണം? 0 ആയിരിക്കണം. രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ a + ബി ആണ് ഇവിടെ. a + ബി, എയും ബിയും കൂടി നമുക്ക് ആഡ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? വളരെ സിമ്പിൾ ആ സംഭവം. ഇതാ അതിന്റെ കൂടെ ഉള്ളത് 3, അവിടെ അതിന്റെ കൂടെ ഉള്ളത് 1. അപ്പൊ 3 + 1 i. ഇനി ജെന്റെ കൂടെ ഇവിടെ ഉള്ളത് -1 അല്ലേ? അപ്പൊ അതാ പ്ലസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജെന്റെ കൂടെ ഉള്ളത് -1 പ്ലസ് അവിടെ ജെന്റെ കൂടെ ഉള്ളത് -5 ജെ പ്ലസ് കെന്റെ കൂടെ -5 അവിടെ 3. അപ്പൊ അതാ -5 + 3k. അങ്ങനെയാണ് ആൻസർ എന്താ വരിക? 3 + 1 4i -1 പ്ലസ് -5 -6. അപ്പൊ -6j -5 + 3 -2. അപ്പൊ -2k. ഇതാണ് a + ബി. അപ്പൊ a - ബി എന്തായിരിക്കും ചെയ്യുക? ഇതേപോലെ ചെയ്താൽ മതി. 3 -1 ഫസ്റ്റ് ചെയ്യുക. അപ്പൊ 3 - 1 എന്ന് പറഞ്ഞാൽ 2i -1 -5i അല്ലെ? -1 -5 ആണ്. അപ്പൊ -1 + 5 എന്ന് വരും. ദാറ്റ് മീൻസ് 4. അപ്പൊ 4j. ഇനി -5 - 3 വരും, അതായത് -8k. ഇപ്പം ചെയ്തതുപോലെ തന്നെയാണ് a - ബിയും ചെയ്യുക. മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താ? a + ബി - a ഡോട്ട് ബി ചെയ്യണം. സോ അങ്ങനെയാണ് നമുക്ക് നോക്കാം. a + ബി നിങ്ങൾക്ക് കിട്ടിയത് 4i -6j -2k. ഇത് രണ്ടിന്റെ ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ വേണ്ടത്? ഡോട്ട്. അടുത്തത് 2 4 -8 അല്ലേ? 2i 4j -8k. അങ്ങനെയാണ് നമുക്കും ചെയ്ത് നോക്കാമല്ലോ ഡോട്ട് പ്രോഡക്റ്റ് എന്താ കിട്ടുക എന്നുള്ളത്. ഫസ്റ്റ് അതിന്റെ കൂടെ ഉള്ളത് 4, അവിടെ 2. അപ്പൊ 4 × 2 പ്ലസ് ജെന്റെ കൂടെ ഉള്ളത് -6, അവിടെ 4. അപ്പൊ -6 × 4 പ്ലസ് -2 × കെന്റെ കൂടെ ഉള്ളത് -8. അങ്ങനെയാണ് ആൻസർ. 4 × 2 8 -6 × 4 എന്ന് പറഞ്ഞാൽ -24. അപ്പൊ പ്ലസ് -24. -2 × -8 എന്ന് പറഞ്ഞാൽ +16. അപ്പൊ നോക്ക്, 8 + 16 എന്തായാലും 24 വരും. അപ്പൊ 24 -24 എന്ന് വരും. ആൻസർ എന്താ? 0 ആണ് ഡോട്ട് പ്രോഡക്റ്റ് കിട്ടിയത്. വിച്ച് മീൻസ് അതിന്റെ അർത്ഥം എന്താ? a + ബി ആൻഡ് a - ബി ആർ പെർപെൻഡിക്കുലർ. അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണോ? അതെന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സ് ആയിരിക്കും.
സിമ്പിൾ ആണല്ലോ, കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. A+B യും A-B എഴുതാൻ എങ്ങനെയാണെന്നും നമ്മൾ ഈ ചോദ്യത്തിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. റെഡി, അടുത്തതടാ ഫൈൻഡ് ഇഫ് എ തന്നിട്ടുണ്ട് ബി തന്നിട്ടുണ്ട്, ഫൈൻഡ് A ക്രോസ് B. A ക്രോസ് B എങ്ങനെ ഫൈൻഡ് ചെയ്യുക? വളരെ സിമ്പിളാ. ഡിറ്റർമിനന്റ് എടുക്കുക, ഫസ്റ്റ് റോൽ I J K കൊടുക്കുക. ഇനി A ക്രോസ് B ആണെങ്കിൽ സെക്കൻഡ് റോല് എന്റെ സ്കേലാർ കമ്പോണന്റ്, അതായത് 2 1 3. അടുത്തത് ബിന്റെ സ്കേലാർ കമ്പോണന്റ് 3 -5 -2. ഇനി നിങ്ങൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്തോ. എങ്ങനെ ചെയ്യുക? I ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ 1 ഇൻറ്റു -2 -2 ഇങ്ങനെയല്ലേ ചെയ്യുക? 1 ഇൻറ്റു -2 3 ഇൻറ്റു -5. അപ്പം -2 -3 ഇൻറ്റു -5 എന്ന് പറഞ്ഞാൽ -15. രണ്ടാമത്തേതിന് മൈനസ് ആട്ട് കൊടുക്കുക. അപ്പം -j ഇൻറ്റു, അതെപ്പോഴും ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, 2 ഇൻറ്റു -2 -4 -3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 9 പ്ലസ് k ഇൻറ്റു റോ ക്യാൻസൽ ചെയ്യുക ആൻഡ് കോളം ക്യാൻസൽ ചെയ്യുക. 2 ഇൻറ്റു -5 -10 -1 ഇൻറ്റു 3 3. സോ യുവർ ആൻസർ എന്താ നോക്കാം നമുക്ക്. -2 + 15 അത് 13 വരിക. അപ്പം 13i മൈനസ് നോക്കിക്കുക, -4 -9 അത് -13. അപ്പം -13 -j എന്നുള്ളത് കൊണ്ട് 13j ആണ് ആൻസർ വരിക. അടുത്തത് പ്ലസ് k ഇൻറ്റു -10 -3 -13. അപ്പം -13k ആണ് ആൻസർ വരിക. അപ്പം ഇതാണ് എന്ത് A ക്രോസ് B എന്ന് പറഞ്ഞാൽ. ഇനി വേണ്ടത് എന്താ? യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് A ആൻഡ് B. എടാ ആക്ച്വലി A ക്രോസ് B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A ക്രോസ് B എന്താ? എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ ആണ് A ക്രോസ് B. ഇതാ നോക്ക്, A എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഉണ്ട്, B എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഉണ്ട്. ഇത് രണ്ടിനും ഒരേ സമയം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ ആണ് A ക്രോസ് B. ഇതിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ വേണ്ടത്. അപ്പൊ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു A ക്രോസ് B പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെക്റ്ററിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുക? ആ വെക്റ്റർ ആദ്യം എഴുതുക, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B. ഇത്രേ പണിയുള്ളൂ, സംഭവം സിമ്പിളാ. ആൻഡ് അങ്ങനെയാണെങ്കിൽ നോക്കിക്കുക നിങ്ങൾ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് A ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക നോക്കാം. A ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് അപ്പോൾ √13² പ്ലസ് 13² പ്ലസ് -13². എല്ലാം സെയിം അല്ലേ? സെയിമിന്റെ സ്ക്വയർ അല്ലേ, എല്ലാം 13 അല്ലേ? അപ്പൊ 3 ഇൻറ്റു 13² എഴുതിയാൽ മതി ആക്ച്വലി അല്ലേ. നോക്കാം നമുക്ക് 13². ഓക്കെ റെഡി, പ്രശ്നമൊന്നുമില്ല. അതായത് എല്ലാം 13ന്റെ സ്ക്വയറാ. ഇവിടെ നിങ്ങൾ -13 ആണ് എടുക്കുന്നത്, പക്ഷേ അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 169 കിട്ടുക. അപ്പൊ എല്ലാം നമ്മൾ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ 3 ഇൻറ്റു 13² ചെയ്താൽ മതി ഒരേ. അപ്പൊ 3 ഇൻറ്റു 169 ചെയ്താൽ മതി. അപ്പൊ 13², ഇത് ഇങ്ങനെ എഴുതി കൂടെ, 13 ഇൻറ്റു √3 ഇങ്ങനെ എഴുതുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അതായത് 13² റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 13 കിട്ടും. ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ആൻസർ A ക്രോസ് B എന്താ കിട്ടിയത്? 13i പ്ലസ് 13j മൈനസ് 13k. മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B എന്താ കിട്ടിയത്? 13√3. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഇങ്ങനെ വരിക. 13 13 നമുക്ക് ഓരോന്നിലും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അതാ ഫസ്റ്റത്തത് I/√3 കിട്ടും. പ്ലസ് രണ്ടാമത്തെ 13 13 ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ J/√3 കിട്ടും. മൈനസ് 13 13 ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അടുത്തത് K/√3 കിട്ടും. ഓക്കെ ആണ്. അപ്പോൾ ഇതാണ് എന്ത് ആ A ക്രോസ് ബിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ വരിക. ഈ ചോദ്യം ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏരിയ ഓഫ് പാരലോഗ്രാം. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ എങ്ങനെയാ? അഡ്ജസന്റ് സൈഡ് എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡാണ്. ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നോക്ക്, A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. ഞാൻ അത് A ക്രോസ് ബി ഒക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഓൾറെഡി. നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു I ഇൻറ്റു A ക്രോസ് ബി, I ഇൻറ്റു ഫസ്റ്റ് റോ ക്യാൻസൽ കോളം ക്യാൻസൽ 2 ഇൻറ്റു -7 -14 മൈനസ് 7 ഇൻറ്റു -3 ദാറ്റ് ഈസ് -21 മൈനസ് j ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ 1 ഇൻറ്റു 2 2 മൈനസ് 7 ഇൻറ്റു 3 21 പ്ലസ് k ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ 1 ഇൻറ്റു -3 -3 മൈനസ് -7 ഇൻറ്റു 3 -21. ഓക്കെ റെഡി. അങ്ങനെയാണ് നോക്ക്, -14 പ്ലസ് 21 7 വരിക, 7i. 2 -21 എന്ന് പറഞ്ഞാൽ -19, -19 മൈനസ് j എന്ന് പറഞ്ഞാൽ പ്ലസ് 19j. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. -3 പ്ലസ് 21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18. അപ്പൊ 18k ആണ് കിട്ടുക. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നിങ്ങളുടെ ആൻസർ വരിക. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യാനുള്ളത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 7² പ്ലസ് 19² പ്ലസ് 18². എല്ലാത്തിൻ്റെയും സ്ക്വയർ നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ട് അത് റൂട്ടിൻ്റെ ഉള്ളിലാക്കി ചെയ്താൽ അത്രയും സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ഫൈൻഡ് ചെയ്ത് നോക്കണം, കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്യണം. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് ബി. A ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് ഇപ്പം നമ്മൾ ഇവിടെ എഴുതിയത്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടോ. 7ന്റെ സ്ക്വയർ 49 ആക്കാൻ നിങ്ങൾക്ക് അറിയാലോ. 19ൻ്റെത് 3
361 ആണ്, 18ൻ്റെത് 324 ആണെന്ന് ഐ തിങ്ക്. യെസ്. അപ്പോൾ അതെല്ലാം കൂടി ചെയ്ത് ആഡ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ എഴുതുക കേട്ടോ, കൃത്യമായിട്ട് എഴുതുക. ഓക്കെ ആണ്, റെഡിയാണ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വേർട്ടീസസ് A112 B235 C155. അപ്പോൾ നമ്മൾ എങ്ങനെ 155 കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുക? എടാ ആദ്യം നിങ്ങൾ ഏതെങ്കിലും രണ്ട് അഡ്ജസ്റ്റൻ്റ് ആയുള്ള സൈഡ് ഫൈൻഡ് ചെയ്യുക. ഞാൻ ഇതാ ഇത് രണ്ടും എടുക്കുന്നു. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഇത്രേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B അതിനോട് ഒരു ഹാഫ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈസിയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്തോ, എ ബി ഫൈൻഡ് ചെയ്യുക. എ ബി എങ്ങനെ ഫൈൻഡ് ചെയ്യുക? ബിയിൽ നിന്ന് എ മൈനസ് ചെയ്താൽ എ ബി കിട്ടും. അങ്ങനെയല്ലേ വെക്ടർ എ ബി ഫൈൻഡ് ചെയ്യുക? 2 പോയിന്റ് ആണ് തരുന്നതെങ്കിൽ എ ബി ഫൈൻഡ് ചെയ്യണമെങ്കിൽ ബിയിൽ നിന്ന് എ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 2 - 1 എക്സ് കോർഡിനേറ്റ് തമ്മിലാണ് മൈനസ് ചെയ്യുക. 2 - 1 1, അപ്പോൾ I 1 × I ആൻഡ് 3 - 1 2, അപ്പോൾ ദാ 2j ഇങ്ങനെ എഴുതാം. ഓക്കെ. ആൻഡ് 5 - 2 3, അപ്പോൾ ദാ 3k IJ I plus 2j plus 3k. ആൻഡ് എ സി എങ്ങനെ ഫൈൻഡ് ചെയ്യുക? C മൈനസ് അപ്പോൾ 1 - 1 0, അപ്പോൾ 0 I എന്ന് എഴുതുക. 5 - 1 4, അപ്പോൾ 4j എന്ന് എഴുതാം. പ്ലസ് 5 - 2 3, അപ്പോൾ 3k എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് എന്ത്? എ സി. ഇനി അങ്ങനെയാണെങ്കിൽ എടാ എ ബി ക്രോസ് എ സി, അതായത് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ആണ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കേലാർ കമ്പോണൻസ് എന്താ? 1 2 3. എ ബിയുടേത്, എ സിയുടേത് 0 4 3. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ വരിക അതാ I ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ 3 × 2 6 മൈനസ് 4 × 3 12. അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ. മൈനസ് j ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ 1 × 3 3 മൈനസ് 0 × 3 0 പ്ലസ് k ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ 4 × 1 4 മൈനസ് 2 × 0 0. അപ്പോൾ ആൻസർ വരിക എന്താണെന്നറിയോ? 6 - 12 മൈനസ് 6, അപ്പോൾ മൈനസ് 6 I. 3 - 0 3 ആണ്, മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് 3j. 4 - 0 4 ആണ്, അപ്പോൾ പ്ലസ് 4k. ഇതാണ് എന്ത്? നിങ്ങളുടെ എ ക്രോസ് ബി വരിക. ആൻഡ് നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വേണം, ഏരിയ വേണ്ടേ? അപ്പോൾ ഏരിയ വേണമെങ്കിൽ ആദ്യം അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്ത് വെക്കണം അല്ലേ? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നോക്ക്, -6ന്റെ സ്ക്വയർ പ്ലസ് -3യുടെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ. -6ന്റെ സ്ക്വയർ 36, -3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 36 + 25. അപ്പോൾ നമുക്ക് ആൻസർ √61 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? യെസ്. 56 + 5 √61, ടോട്ടലി √61. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. ഇനി എയും ബിയും വെക്ടർ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഹാഫ് ഇൻറ്റു √61 സ്ക്വയർ യൂണിറ്റ് ആണ്. ഇതാണ് എന്ത്? നിങ്ങളുടെ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് വെക്ടറിന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിച്ച് സെറ്റാക്കി വെക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാം. ബൈ ബൈ.